So everyone, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. റോസ് റീസൈക്ലബിൾ ആൻഡ് ലോ ഫാറ്റ് പ്രൊഡക്ട്സ്. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദിസ്. സോ ഒരു ന്യൂ ടാബ് ഓപ്പൺ ആയി വരുന്നുണ്ട്. ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ ചാറ്റ് GPT ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിനൊരു കമാൻഡ് ചെയ്തിട്ടുണ്ട്, ഗിവ് ദ ഷോർട്ട് ആൻസർ ഫോർ SQL റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആസ്കിങ് ബിലോ. സോ ഞാൻ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് ഷോർട്ടായിട്ട് ആൻസർ തരാൻ ശ്രമിക്കും. സോ യു ക്യാൻ ഓൾസോ ട്രൈ ദിസ്. So this is the first question. This is the table products, and the question says product ID is a primary key. So everyone know what is primary key, right? So I asked primary key. So it's saying that a primary key is a column or set of columns in a database table that uniquely identifies each row in that table. It cannot contain null. This is important values and must have unique values across all rows. So ഒരു പ്രൊഡക്റ്റ് ഒരു പ്രൈമറി കീയിൽ എല്ലാം യുണീക്ക് വാല്യൂസ് ആയിരിക്കണം. മാത്രമല്ല അതിൽ നൾ വാല്യൂസ് ഉണ്ടാകാനും പാടില്ല. അതാണ് ഒരു പ്രൈമറി കീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ ബാക്കി വായിക്കാം. ലോ ഫാറ്റ്സ് ഇസ് എൻ ഈനം. ഈനം മീൻസ് ഇറ്റ്സ് എ കാറ്റഗറിക്കൽ വാല്യൂ. അതായത് ഇതിൽ നമ്പർ ഓഫ് സബ്ജക്ട്സ് അല്ലെങ്കിൽ റെക്കോർഡ്സ് ലിമിറ്റഡ് ആയിരിക്കും. ഇവിടെ യെസ് ഓർ നോ, വൈ ആൻഡ് എൻ ആണ്. പിന്നെ അതുപോലെ ലോ ഓർ ഹൈ, അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബേസിക്കലി ഇറ്റ്സ് എ കാറ്റഗറിക്കൽ വാല്യൂ മാത്രം. സോ ലോ ഫാറ്റ്സ് ഇസ് എൻ ഈനം ഓഫ് ടൈപ്പ് വൈ ഓർ എൻ, where y means this product is low fat and n means it is not. Recyclable is an enum of types y and n, where y means this product is recyclable and n means it is not. So question ബാക്കി അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും. അതായത് write a solution to find the IDs of the product that are both low fat and recyclable. അതായത് ഒരു പ്രൊഡക്റ്റ് ഐ ഡി ഉണ്ടാകും, അവിടെ ലോ ഫാറ്റ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാകും, റീസൈക്ലബിൾ എന്ന് പറഞ്ഞ വേറൊരു കോളം ഉണ്ടാകും. അതിൽ ലോ ഫാറ്റും റീസൈക്ലബിളും ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് രണ്ടും, അതായത് ആൻഡ് കണ്ടീഷൻ രണ്ടും ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഐ ഡിസ് ഏതൊക്കെയാണോ അത് ഫെച്ച് ചെയ്യാനാണ് പറയുന്നത്. സോ ഇതിൽ ഓർഡർ ചെയ്യാനൊന്നും പറയുന്നില്ല, അതായത് ഓർഡർ ബൈ ക്ലോസ് ഉപയോഗിക്കാനൊന്നും പറയുന്നില്ല. ഏത് ഓർഡറിൽ വേണമെങ്കിലും റിസൾട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ ഉണ്ട്. ഇതാണ് ഇൻപുട്ട് ടേബിൾ, പ്രൊഡക്ട്സ് ടേബിൾ. അതായത് ഇവരിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ടേബിളിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രൊഡക്റ്റ് ഐ ഡി കോളം ഉണ്ട്, ഇത് യുണീക്ക് ആണ്, ഇവിടെ നൾ ഉണ്ടാവില്ല ബിക്കോസ് ഇറ്റ്സ് എ പ്രൈമറി കീ. ലോ ഫാറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ വൈ ഓർ എൻ, ഈ രണ്ട് വാല്യൂസ് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. റീസൈക്കിൾ അഗൈൻ വൈ ഓർ എൻ. സോ ഔട്ട്പുട്ട് ഇതാണ് വേണ്ടത്, 1 and 3. വൈ 1 and 3? ഓൺലി പ്രൊഡക്ട്സ് 1 and 3 are both low fat and recyclable. Let's check here. 1 both are y, that means both are low fat and this product 1 is low fat and recyclable. Again 3 both are y. If you see 4 it is n, and if you see 0 product 0 it is 1 is y, 1 is n, which is not our condition. So 1 and 3 ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. നമുക്കിവിടെ അതിൻ്റെ കോഡ് എഴുതി നോക്കാം. So first we will start with select ഏത് കോളമാണ് വേണ്ടത്, പ്രൊഡക്റ്റ് ഐ ഡി ആണ് നമുക്ക് വേണ്ടത്. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. സെലക്ട് പ്രൊഡക്റ്റ് ഐ ഡി ഫ്രം വിച്ച് ടേബിൾ, ടേബിളിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രൊഡക്ട്സ്. ഇനി നമ്മൾക്ക് വേണ്ടുന്ന കണ്ടീഷൻ എന്താണ്, ബോത്ത് റീസൈക്കിളബിൾ ആയിരിക്കണം ആൻഡ് ലോ ഫാറ്റ്സ് ആയിരിക്കണം. സോ വേർ low fats equal to y. So low fat ആണ്, ലോ ഫാറ്റ് ആയ പ്രൊഡക്ട്സ് എല്ലാം സെലക്ട് ചെയ്യണം. ആൻഡ് എന്തും കൂടി ആയിരിക്കണം, അത് റീസൈക്കിളബിൾ കൂടി ആയിരിക്കണം. അപ്പോൾ ആ കോളം ഇവിടെ ഓർ നമുക്ക് ഉപയോഗിക്കാൻ കാറില്ല. എന്തുകൊണ്ട് ഓർ വെച്ചാൽ അല്ലെങ്കിൽ, അതായത് ഇപ്പോൾ പ്രൊഡക്റ്റ് ഐ ഡി 0 ഉള്ളത് ഒന്നെങ്കിൽ ലോ ഫാറ്റ് ആണ് പക്ഷെ റീസൈക്കിളബിൾ അല്ല. അപ്പം ഓർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് 0 കൂടെ ആ ഒരു ഇതിലേക്ക് കയറി വരും. സോ റീസൈക്കിളബിൾ ഈക്വൽ ടു വൈ അഗെയിൻ. സോ നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് സബ്മിറ്റ് ഓപ്ഷൻ ഉണ്ട്, അതിനു മുമ്പ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ ഇത് റൺ ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ accepted ആണ്. സോ ഇതാണ് ഇൻപുട്ട് ടേബിൾ, ഇതാണ് ഔട്ട്പുട്ട്, നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് ഇതാണ്, ആൻഡ് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ഇതാണ്. അപ്പോൾ സോ ഇറ്റ്സ് കറക്റ്റ്.
അപ്പോൾ നമ്മൾ ഓൾറെഡി റൺ ചെയ്തു, കേസ് 1 അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്യും. ഓക്കെ, സോ ഇത് അക്സെപ്റ്റഡ് ആണ്, ആൻസർ ശരിയാണ്. So let's go to the second question.